നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. വേലൂർ പഞ്ചായത്തിലെ 13ാം വാർഡിനെ സമ്പൂർണ്ണ കുടിവെള്ള വാർഡായുള്ള പ്രഖ്യാപനവും വെള്ളാറ്റഞ്ഞൂർ ഹരിജൻ കുടിവെള്ള പദ്ധതി ടാങ്കിന്റെ ഉദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടാങ്ക് നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ചടങ്ങിന് അധ്യക്ഷനായി. ടാങ്ക് നിർമ്മിക്കുവാൻ സ്ഥലം നൽകിയ പേരാമംഗലം ജോബിനെ ചടങ്ങിൽ ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, മെമ്പർ വിമല നാരായണൻ, പദ്ധതി കൺവീനർ MC മാത്യൂസ്, പഞ്ചായത്ത് AE അശ്വിൻ P വിജയൻ, അമല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രുതി, ചൊവ്വന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV നൈജു തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായും ജോയിയുടെ നേതൃത്വത്തിൽ വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലൂടെ വിവിധ ഫണ്ടുകളെ ഏകോപിപ്പിച്ച് ഈ വാർഡിലെ സമ്പൂർണ്ണ കുടിവെള്ള ഗ്രാമമാക്കി മാറ്റിയതിന് ജോയിയെയും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതിന് നേതൃത്വം കൊടുത്ത മറ്റ് പഞ്ചായത്ത് അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സമ്പൂർണ്ണ കുടിവെള്ള വാർഡായി 13ാം വാർഡിനെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു വർഷം. സ്വന്തം വീടുകളിൽ ഉറങ്ങിക്കിടന്നവരെ മഹാനിദ്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രകൃതി ദുരന്തത്തിന് ഒരാണ്ട്. ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമറ്റം മേഖലയിൽ ആദ്യമായി മണ്ണിടിച്ചിലുണ്ടായത്. 1 മണിയോടുകൂടി വലിയ ഉരുൾപൊട്ടലായി മാറുകയായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാ നിർമ്മാണമാണ് ദുരന്തഭൂമിയിൽ നടന്നത്. 298 പേര് ദുരന്തത്തിൽ മരിച്ചുവെന്നതാണ് കണക്ക്. ഇതിൽ 32 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലിയാർ, നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നും 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ 99 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ജീവനൊഴികെ സർവസ്വവും നഷ്ടപ്പെട്ട ദുരന്തബാധിതർ അതിജീവനത്തിനായുള്ള പോരാട്ടം തുടരുകയാണ്. ഒരു വർഷം പിന്നിടുന്ന ഘട്ടത്തിലും മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കായിട്ടില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിട്ടും ദുരിതബാധിതരെ സഹായിക്കാൻ രാജ്യം ഭരിക്കുന്ന സർക്കാർ നയാ പൈസ നൽകാത്തതും ചർച്ചയായിരുന്നു. എന്നാൽ രാഷ്ട്രീയ മത ജാതി ഭേദമില്ലാതെ കേരളം ഒറ്റക്കെട്ടായി കൈകോർത്തതോടെ പുനരധിവാസത്തിനുള്ള പണം കണ്ടെത്തുകയും ടൗൺഷിപ്പിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തബാധിതർക്കായുള്ള സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 410 വീടുകളാണ് നിർമ്മിക്കേണ്ടത്. 5 സോണുകളിലായി നിർമ്മിക്കുന്ന വീടുകൾ ആദ്യ സോണിൽ ഉൾപ്പെട്ട 140 വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തി പൂർത്തിയായി. മാതൃകാ വീടിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഡിസംബറോടെ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെമ്മണ്ണൂരിൽ CPM പ്രവർത്തകർക്ക് നേരെ RSS സംഘം നടത്തിയ നിഷ്ഠുരമായ കടന്നാക്രമണത്തിൽ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. ചെമ്മണ്ണൂരിലുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തെ ഏകപക്ഷീയമായി CPM ആക്രമണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ മുന്നോട്ടു പോകുന്നതെന്നും CPMനെ സംബന്ധിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ നാട്ടിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി. അതുകൊണ്ടുതന്നെ തികച്ചും നിയമപരമായ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടാണ് CPIM മുന്നോട്ടു പോകുന്നതെന്നും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അറിയിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, KB ഷിബു, CK ലിജേഷ് എന്നിവർ സംബന്ധിച്ചു. രണ്ടുപേരെ ആക്രമിച്ചു എന്ന് അറിഞ്ഞ ആ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചെറുത്തുനിർപ്പിൽ പരിക്ക് 2 പക്ഷത്തും ഉണ്ടായിട്ടുണ്ട്. അതിനെ ഏകപക്ഷീയമായി CPM ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. CPMനെ സംബന്ധിച്ച്
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ നാട്ടിലൊരു സംഘർഷം ഉണ്ടാക്കാൻ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ തികച്ചും നിയമപരമായ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ഏകപക്ഷീയമായി നടത്തിയ ഒരു ആക്രമണമല്ല, മാസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണുദത്തിൻ്റെയും ദേവദത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘത്തിൻ്റെ ആക്രമണങ്ങളെ എന്നും കൊള്ളേണ്ടവരാണ് CPM എന്ന് RSSും BJPയും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നും ഇത് കൊള്ളേണ്ടവർ മാത്രമല്ല, ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഉണ്ടായ സ്വാഭാവികമായ പ്രതികരണത്തിന്റെ ഭാഗമായി പരിക്ക് അപ്പുറത്തും ഇപ്പുറത്തും പറ്റിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അപമാനിച്ച് ജയിലിൽ അടപ്പിച്ച വിഷയത്തിൽ തൃശൂർ MP സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് AICC അംഗം അനിൽ അക്കര. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിലും അറസ്റ്റിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധരിച്ച വസ്ത്രം നോക്കി കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പള്ളിമേടകളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കേക്കായി എത്തുന്നവർ മറ്റു രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ ആഘോഷങ്ങൾ തടുക്കുകയാണെന്നും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ആൾക്കൂട്ട വിചാരണ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നും അനിൽ അക്കര വ്യക്തമാക്കി. പാവർട്ടി സെന്റ് ജോസ് ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ പാവർട്ടി സെന്റർ ചുറ്റി സമാപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി സിജു പാവറട്ടി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ NA നൌഷാദ്, OJ ഷാജൻ, ആൻഡോ ലിജോ, ബെർട്ടിൻ ചെറുവത്തൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, പ്രസാദ് വാഗ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ സുനിത രാജു, ഷമീറ ഖാദർമോൻ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ബാലചന്ദ്രൻ പൂലോത്ത്, ഋഷി പൽപു, MK അനിൽകുമാർ, ജസ്റ്റിൻ കൂനമുച്ചി, ഷക്കീർ കേച്ചേരി, PN സുന്ദരൻ, CT ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പിന് ശേഷവും കന്യാസ്ത്രീ മഠങ്ങളും പള്ളികളും കയറി അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടിയത് ആ ആട്ടിൻ തോലിട്ട ചെന്നായിയാണോ സുരേഷ് ഗോപി എന്നുകൂടി തെളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നടന്നു പോകുന്നത്. അതുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേരളത്തിൽ ജനിച്ച് കന്യാസ്ത്രീമാരായി അവിടെ ഛത്തീസ്ഗഡിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കുന്ന മിഷണറി പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീമാരെ ജയിലിലടച്ച വിഷയത്തിൽ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഛത്തീസ്ഗഡിൽ അന്യായമായി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത BJP സർക്കാരിന്റെ നടപടിയിൽ മഹിളാ അസോസിയേഷൻ ചാവക്കാട് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ചാവക്കാട് മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, പ്രസന്ന രണദിവെ, വിജിത സന്തോഷ്, ലിസി ബൈജു, മഞ്ജുഷ സുരേഷ്, ബീന ഭൂപേഷ് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ VKNന്റെ രചനകളിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ ചാലിശ്ശേരി കൗക്കോട് മൊയ്തീൻ മെമ്മോറിയൽ സ്കൂളിന് സമർപ്പിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് അംഗമായിരുന്ന പരേതനായ EM അബ്ദുൾ മനാഫിന് VKN സമ്മാനിച്ച ചിത്രങ്ങളാണ് മനാഫിന്റെ കുടുംബാംഗങ്ങൾ സ്കൂളിന് നൽകുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന സമർപ്പണ ചടങ്ങ് പ്രശസ്ത മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും. സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, തൃത്താല AEO പ്രസാദ് K, സ്കൂൾ മാനേജർ M അബ്ദുൾ റഹ്മാൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും. CPIMന്റെ സമുന്നത നേതാവായിരുന്ന ബാലൻ മാസ്റ്ററുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. വാഗ ചേലൂരിൽ വെച്ച് നടന്ന ചരമവാർഷികാചരണം CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, KM പരമേശ്വരൻ, PR അശോകൻ, TD സുനിൽ, KP രാജു, ശ്രീകുമാർ വാഗ, സുമ മണികണ്ഠൻ, ജോസ് T തോമസ്, ഷാലി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ ചടങ്ങിൽ ബാലൻ മാസ്റ്ററുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP ഗോപി അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി പഞ്ചായത്ത് ട്രഷറർ ഭരതൻ ഐനൂർ, BMS പഞ്ചായത്ത് പ്രസിഡന്റ് രവി PK, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിങ്കിൾ CC, പഞ്ചായത്ത് അംഗം പ്രദീപ് കുന്നത്ത്, സാജു PK എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം സെക്രട്ടറി ബൈജു പട്ടിത്തടം, സുധീഷ് CG, അരുൺ ഗഗനൻ എന്നിവർ നേതൃത്വം നൽകി.
പുന്നൂർകുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്ന ആദര സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ പി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഉമ്മർ അറക്കൽ, രാജേഷ് കടാമ്പുള്ളി, സി കെ ഷൺമുഖൻ, സുരേഷ് താണിശ്ശേരി, വി കെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വോളിബോളാണ് ലഹരി എന്ന സന്ദേശവുമായി ലഹരിക്കെതിരെ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികളും തൃശൂർ എക്സൈസ് വിമുക്തി വോളി ടീമും തമ്മിൽ അൻസാർ ക്യാമ്പസിൽ സൗഹൃദ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. അൻസാർ ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുടെ ടീം വിജയികളായി. തൃശൂർ എക്സൈസ് ഡിവിഷൻ വിമുക്തി ജില്ലാ മാനേജരും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ AR നികേഷ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ EM ഫിറോസ് അധ്യക്ഷത വഹിച്ചു. SPC വിഭാഗം മേധാവി സാജിദ റസാഖ്, വിമുക്തി വോളി ടീം ക്യാപ്റ്റൻ KC രഞ്ജിത്ത്, അൻസാർ സ്കൂൾ വോളി ടീം ക്യാപ്റ്റൻ മുഹമ്മദ് സയാൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. ചരമം മറ്റം ഗ്രൗണ്ട് പരേതനായ ഔസേപ്പ് മകൻ അന്തോണി നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 4 മണിക്ക് മറ്റം ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷെല്ലി, ഷാജു എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.